നമസ്കാരം. നേരം ഓൺലൈൻ ചാനലിലെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളെക്കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ക്ഷേത്രത്തിലെ ദിവസവും രാവിലെ നടക്കുന്ന കുങ്കുമാഭിഷേകമാണ് ആദ്യം നടക്കുന്നത്. അതിനുശേഷം പഞ്ചഗവ്യം, നവകാഭിഷേകം, അഷ്ടാഭിഷേകം, അതിന് കളഭാഭിഷേകം, ഇത് എല്ലാ ദിവസവും നടക്കുന്നുണ്ട്. ഭക്തർക്ക് നേർച്ചയായിട്ട് നടത്താവുന്ന പ്രധാന വഴിപാടുകളാണിത്. അതിൽ കുങ്കുമാഭിഷേകവും കലശവും ദിവസവും ധാരാളം നടക്കാറുണ്ട്. ശത്രുദോഷമൊക്കെ മാറി ഐശ്വര്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കുങ്കുമാഭിഷേകം. അതുമാതിരി ഉദ്ദിഷ്ട കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് നടത്തുന്നതാണ് കലശം. ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയിട്ടാണ് കളഭാഭിഷേകം. ദേഹസംബന്ധമായിട്ടുള്ള ശുദ്ധികൾക്ക് വേണ്ടിയിട്ടാണ് പഞ്ചഗവ്യാഭിഷേകം. ഇതെല്ലാം ക്ഷേത്രത്തിൽ പ്രധാനമായിട്ട് നടക്കുന്നുണ്ട്. അതുകൂടാതെ മാസത്തിൽ പൗർണമി പൂജ നടക്കുന്നുണ്ട്. വൈകുന്നേരങ്ങളിൽ പൗർണമി ദിവസം വൈകുന്നേരം ക്ഷേത്ര മണ്ഡപത്തിൽ നടക്കും. അതേമാതിരി നാരങ്ങ വിളക്ക് അവിടെ ക്ഷേത്രത്തിൽ എപ്പോഴും നടത്താനുള്ള സംവിധാനമുണ്ട്. അതും അഭീഷ്ട ഫലസിദ്ധിക്കായിട്ട് ഭക്തർ പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്ര നാരങ്ങ വിളക്ക് കത്തിച്ചോളാം എന്നുള്ളൊരു പ്രാർത്ഥന ഉണ്ടാവാറുണ്ട്. അതിനനുസരിച്ച് നാരങ്ങ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച് കാര്യം നടന്നവർ ഇഷ്ടം മാതിരിയാണ്. ധാരാളം ഭക്തരുടെ അനുഭവം അറിഞ്ഞും കേട്ടറിഞ്ഞും ഇപ്പോൾ നാരങ്ങ വിളക്കിന് ദിനംപ്രതി തിരക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമാതിരി ദേവീക്ഷേത്രങ്ങളിൽ പ്രധാനമായിട്ട് നടത്തുന്നതാണ് വെടിവഴിപാട്. അത് ആറ്റുകാൽ ക്ഷേത്രത്തിലുണ്ട്. ഭക്തർക്ക് ബാധിച്ചിരിക്കുന്ന ബാധകൾ ഒഴിഞ്ഞു പോവും എന്ന വിശ്വാസത്തിലാണ് വെടിവഴിപാട് നടത്തുന്നത്. പൗർണമി ദിവസം വൈകുന്നേരം ക്ഷേത്ര മണ്ഡപത്തിൽ നടക്കുന്ന ഒരു പ്രധാന പൂജയാണ്. ഭക്തർ തന്നെ നേരിട്ട് നടത്തുന്ന ഒരു അർച്ചനയാണ് പൗർണമി പൂജ. ക്ഷേത്ര ശ്രീകോവിലിനകത്ത് നിന്ന് തെളിയിച്ചു വരുന്ന ഭദ്രദീപം മണ്ഡപത്തിൽ പ്രധാന വിളക്കിലേക്ക് കത്തിച്ചതിന് ശേഷം അവിടെ നടക്കുന്ന അർച്ചനയാണ്. ദേവിയുടെ തൃപ്പാദങ്ങളിൽ അമ്മമാർ ഇരുന്ന് അവരെന്നെ പ്രാർത്ഥനയോടുകൂടി മന്ത്രങ്ങളെല്ലാം ഏറ്റുചൊല്ലി ഓരോരോ പുഷ്പങ്ങളായി സമർപ്പിച്ച് നടത്തുന്ന ദേവിയുടെ ക്ഷേത്രത്തിലെ ഒരു പ്രധാന വഴിപാടാണ്. മംഗല്യ സൗഭാഗ്യത്തിനും ദാമ്പത്യ ഐക്യത്തിനും വേണ്ടി സാരിയും താലിയും സമർപ്പിക്കുന്ന ഒരു പ്രധാന വഴിപാട് ക്ഷേത്രത്തിലുണ്ട്. രണ്ട് തരത്തിലാണ് ഭക്തർ സാരി സമർപ്പിക്കുന്നത്. ഒന്ന്, ഓരോ മണിക്കൂർ ഇടവിട്ട് ദേവിക്ക് സാരി ഭക്തരുടെ സാരി മാറി മാറി ഉടുപ്പിക്കുന്നതൊന്നുണ്ട്. അത് അവസാനം ഉടുപ്പിക്കുന്ന സാരി മാത്രം അടുത്ത ദിവസം രാവിലെ മാറ്റാറുള്ളൂ. ബാക്കിയെല്ലാം ഓരോരോ മണിക്കൂർ ഇടവിട്ട് ക്ഷേത്രത്തിൽ സാരി സമർപ്പിക്കാറുണ്ട്. അതുകൂടാതെ ചില ഭക്തർ ക്ഷേത്ര ശ്രീകോവിലിനകത്തേക്ക് സാരി സമർപ്പണത്തിന് റെസിപ്റ്റാക്കി സാരിയും കൊണ്ടുവന്ന് അകത്ത് സമർപ്പിക്കും. താലിയാണെന്നുണ്ടെങ്കിൽ അത് ചാർത്തി കണ്ട് തൊഴുത് മടങ്ങാറുണ്ട്. എല്ലാം ദേവി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് സാരിയും താലിയും സമർപ്പിക്കുന്നത്.